ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്വപ്നാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ മഞ്ചൂരിയനാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 600 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇതിൽ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ചിക്കൻ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ എല്ലാം ഫ്രൈ ആയതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് നല്ലവണ്ണം വഴണ്ട് വരുമ്പോഴേക്കും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നല്ലവണ്ണം വഴണ്ടതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ക്യാപ്സിക്കം നന്നായി വഴണ്ടു വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും അധികം വേവേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാകും. 1 ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ആഡ് ചെയ്യാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ചിക്കൻ ആഡ് ചെയ്യാം. ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാകുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.